കോട്ടയം രാജ്യാന്തര ചലച്ചിത്രമേള ആരംഭിച്ചു. മാർച്ച് 14 മുതൽ 18 വരെയാണ് ഈ ഒരു ഫെസ്റ്റിവൽ നമ്മുടെ കോട്ടയത്ത് നടക്കുന്നത്. ഒരു ദിവസം 5 ഷോ വീതം ഈ 5 ദിവസവും ഷോസ് ഇവിടെ നടക്കുന്നുണ്ട്. വെറും 500 റുപ്പീസ് കൊണ്ട് നിങ്ങൾക്ക് ഈ ഇത്രയും ഷോസ് നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്. സിനിമയെ സ്നേഹിക്കുന്ന, സിനിമയുടെ ഉള്ളറിയാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഇതൊരു സുവർണ അവസരം തന്നെയാണ്. ഫിലിം സൊസൈറ്റിയുടെ സെക്രട്ടറിയും പ്രശസ്ത സംവിധായകനും ഒപ്പം നമ്മുടെ ഈ ഫിലിം ഫെസ്റ്റിവലിന്റെ ജനറൽ കൺവീനറുമായ പ്രദീപ് സാറ് നമ്മളോട് ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറയുന്നതായിരിക്കും. സോ അപ്പോൾ ഞങ്ങളോടൊന്ന് വിശദീകരിക്കാമോ, ഈ ഒരു ഫിലിം ഫെസ്റ്റിവൽ എന്നുവരെ ഉണ്ടാവും, ഇതെങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്, അതിന്റെ ഒരു ഉദ്ദേശവും അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്ന് പങ്കുവെക്കാമോ? കോട്ടയം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കോട്ടയം ഫിലിം സൊസൈറ്റിയായിട്ട് സഹകരിച്ച് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഫിലിം ഫെസ്റ്റിവലാണ്. കഴിഞ്ഞ ഡിസംബറിൽ തിരുവനന്തപുരത്ത് നടന്ന IFFKയിൽ പങ്കെടുത്തിട്ടുള്ള അവിടെ വിവിധ വിഭാഗങ്ങൾ, അതായത് ലോക സിനിമ, മത്സര വിഭാഗം, ഇന്ത്യൻ സിനിമ, മലയാള സിനിമ വിഭാഗങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും വിവിധ മത്സരങ്ങളിൽ അവാർഡുകൾ നേടുകയും ചെയ്തിട്ടുള്ള സിനിമകളും മത്സര വിഭാഗങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള സിനിമകളും അടക്കം 25 സിനിമകളാണ് ഈ ഒരു ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുന്നത്. ഈ ഫെസ്റ്റിവലിൽ പ്രത്യേകത എന്ന് പറയുമ്പോൾ IFFK എപ്പോഴും തിരുവനന്തപുരത്താണ് നടക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവലിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 10,000-15,000-ഓളം പ്രേക്ഷകർ അത് കാണുന്നുണ്ട്. പക്ഷേ ആ മേളയിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ ആ മേളയിൽ എത്താൻ പറ്റാത്ത ആ സിനിമകൾ വീണ്ടും ഒന്നുകൂടെ കാണണം ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഫെസ്റ്റിവൽ ജില്ലാ അടിസ്ഥാനത്തിൽ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കോട്ടയത്ത് നടത്തുന്നത്. കോട്ടയത്ത് ഇപ്പം ചലച്ചിത്ര അക്കാദമി ഈ തുടർച്ചയായിട്ട് 2ാമത്തെ വർഷമാണ് ഇപ്പം ഈ ഒരു മേള കോട്ടയം ഫിലിം സൊസൈറ്റിയായിട്ട് ചേർന്ന് നടത്തുന്നതെന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട സിനിമകൾ 23 സിനിമകളും, അതുകൂടാതെ അന്തരിച്ച പ്രശസ്ത സംവിധായകൻ G. അരവിന്ദൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രമായ വാസ്തുകാര, അടുത്തിടെ അന്തരിച്ച മലയാളത്തിൻ്റെ എക്കാലത്തെയും വലിയ എഴുത്തുകാരനും ചലച്ചിത്രകാരനുമായിട്ടുള്ള MD വാസുദേവൻ നായരുടെ ഓർമ്മയ്ക്കായിട്ട് സമർപ്പിക്കുന്ന അദ്ദേഹം തിരക്കഥ എഴുതി PN മേനോൻ സംവിധാനം ചെയ്തിട്ടുള്ള ഓളവും തീരവും എന്നീ സിനിമകളാണ് റിട്രോസ്പെക്റ്റീവ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്നതോടൊപ്പം മറ്റ് ഈ കഴിഞ്ഞ IFFK പ്രദർശിപ്പിച്ചിട്ടുള്ള 23ഓളം സിനിമകളുമാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇന്നിപ്പം നമ്മുടെ ഉദ്ഘാടന ചിത്രമായിട്ട് പ്രദർശിപ്പിക്കുന്ന അനോറ എന്ന് പറയുന്ന സിനിമ. അനോറ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇക്കഴിഞ്ഞ ഓസ്കാറിൽ ഏറ്റവും പ്രശസ്തമായ 5 അവാർഡുകൾ നേടി ലോകമൊട്ടാകെ ശ്രദ്ധിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ്. അതായിരിക്കും നമ്മുടെ ഉദ്ഘാടന ചിത്രം. 6 മണിക്ക് അതാണ് പ്രദർശിപ്പിക്കുന്നത്. അതോടൊപ്പം 18-ാം തീയതി ഈ മേള സമാപിക്കുമ്പോൾ സമാപന ചിത്രമായിട്ട് പ്രദർശിപ്പിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഫെമിനിച്ചി ഫാത്തിമയാണ്. ഫെമിനിച്ചി ഫാത്തിമ കഴിഞ്ഞ IFFKയിലും ഇതേപോലെ തന്നെ 5 അവാർഡുകൾ നേടിയിട്ടുള്ള സിനിമയാണ്. വളരെ മികച്ച ഒരു സിനിമ തന്നെ. അതുകൂടാതെ മലയാള സിനിമാ വിഭാഗത്തിലായിട്ട് മറ്റ് സിനിമകൾ സംഘർഷഘടന, കാമദേവൻ നക്ഷത്രം കണ്ടു, വാട്ടൂസ് ഈ സോംബി, മുഖക്കണ്ണാടി, അങ്ങനെയുള്ള സിനിമകൾ മലയാള സിനിമാ വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇന്ത്യൻ സിനിമാ വിഭാഗമുണ്ട്, അതിനകത്തും സിനിമകളുണ്ട്. ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ വിഭാഗത്തിൽ IFFKയിൽ മത്സരിച്ചിട്ടുള്ള 10 സിനിമകൾ, ആ രാജ്യാന്തര സിനിമകളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം കാഴ്ചവെക്കുന്ന ഒരു മേളയാണ് കോട്ടയംകാരെന്ന് മാത്രമല്ല, ഇപ്പോൾ കോട്ടയത്തുനിന്ന് സമീപ ജില്ലകളായ പത്തനംതിട്ട, എറണാകുളം, അവിടെ നിന്നൊക്കെയുള്ള ആൾക്കാർ ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ എല്ലാ വർഷവും പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു ഫെസ്റ്റിവലായിട്ട് കോട്ടയം ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ മാറിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരുപാട് പ്രേക്ഷകരെ സൃഷ്ടിക്കുന്നുണ്ട്. കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം, കോട്ടയം ടൗണിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാംസ്കാരികമായ ഉണർവ് കൊടുക്കാനായിട്ട് ഈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് കഴിഞ്ഞിട്ടുണ്ട്. നോവലിസ്റ്റ്, സിനിമ സംവിധായകൻ, കഥാകൃത്ത് എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് മേഖലകളിൽ വളരെ പ്രസിദ്ധനായ MD വാസുദേവൻ നായരെ ഓർത്തുകൊണ്ടാണ് നമ്മുടെ ഈ ഫിലിം ഫെസ്റ്റിവലിന് തിരിതെളിയുന്നത്. ഇന്ന് വരെ നമ്മുടെ മുമ്പിലേക്ക് എത്തിപ്പെടാത്ത ഒരുപാട് സിനിമകളും സിനിമാ വിശേഷങ്ങളുമാണ് നമ്മളെ ഇവിടെ കാത്തിരിക്കുന്നത് കേട്ടോ. സിനിമയെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നല്ല നല്ല നിരൂപണങ്ങളും ശരിയായ ഒരു ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ടോക്കുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന, സിനിമയുടെ ഉള്ളറിയാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഒരു ബെസ്റ്റ് ടൈമാണ് ഈ ഒരു ഫിലിം ഫെസ്റ്റിവൽ. മാർച്ച് 14 തൊട്ട് മാർച്ച് 18 വരെയുള്ള ഫിലിം ഫെസ്റ്റിവൽ.
ക്ലാസിക്കൽ സിനിമകളുടെ തമ്പുരാൻ എന്നറിയപ്പെടുന്ന ജയരാജ് സാർ നമ്മുടെ കൂടെയുണ്ട്. സർ, ഹായ് സർ. ഹായ്. നമ്മുടെ ഈ കോട്ടയം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ തുടക്കം, അതിന്റെ ഒരു ആരംഭം എങ്ങനെയായിരുന്നു എന്നൊന്ന് ഞങ്ങളോട് പങ്കുവയ്ക്കാമോ? കോട്ടയം ഫിലിം സൊസൈറ്റിയെ കുറിച്ച് പറയാം ആദ്യം. കോട്ടയം ഫിലിം സൊസൈറ്റി തുടങ്ങുന്നത് കേരളത്തിലെ ആദ്യകാല ഫിലിം സൊസൈറ്റികളിൽ ഒന്നാണ് കോട്ടയം ഫിലിം സൊസൈറ്റി. CN ശ്രീകണ്ഠൻ നായർ എന്ന ഒരു എഴുത്തുകാരനും അരവിന്ദൻ, ജോൺ അബ്രഹാം തുടങ്ങിയ സംവിധായകരൊക്കെ ചേർന്നിട്ട് അന്ന് കേരളത്തിൽ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം തുടങ്ങുന്നുള്ളൂ. ചിത്രലേഖ ഫിലിം സൊസൈറ്റി തിരുവനന്തപുരത്ത് തുടങ്ങുന്ന സമയത്ത് കോട്ടയത്ത് ഈ ചലച്ചിത്ര പ്രേമികളെല്ലാം കൂടെ ചേർന്നിട്ട് അല്ലെങ്കിൽ സിനിമ കാണാൻ വേണ്ടിയുള്ള ഒരു കൂട്ടായ്മ തുടങ്ങുകയാണ്. അതാണ് കോട്ടയം ഫിലിം സൊസൈറ്റി. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ ഫിലിം സൊസൈറ്റി നിന്നുപോയി. ഇവരൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോ അരവിന്ദൻ ഫിലിം ഡയറക്റ്റ് ചെയ്യാൻ പോയി, ജോൺ അബ്രഹാം പോയി, എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഇത് അങ്ങനെ ആക്റ്റീവ് അല്ലാതായി. ഈ അടുത്ത കാലത്ത് ഞങ്ങൾ വീണ്ടും അത് റിവൈവ് ചെയ്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് അത്രയും കാലത്തെ പഴക്കമുണ്ട്. അപ്പോൾ അത്രയും കാലം പഴക്കമുള്ള ഒരു ഫിലിം സൊസൈറ്റി നിലനിൽക്കണം കോട്ടയത്ത്. കോട്ടയം എന്ന് പറഞ്ഞാൽ സിനിമയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ എല്ലാം തുടങ്ങിയിട്ടുള്ള കോട്ടയത്തു നിന്നാണ്. ആദ്യത്തെ സിനിമ തുടങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ ഉദയ സ്റ്റുഡിയോ ആകുന്നതിന് മുൻപ് കുഞ്ചാക്കോയൊക്കെ സിനിമ നിർമ്മിച്ചത് കോട്ടയത്തു നിന്നാണ്. ഒരുപാട് കോട്ടയത്തിന് സിനിമ പാരമ്പര്യമുണ്ട്. എല്ലാ എക്സ്പെരിമെൻ്റൽ സിനിമകളും ഇപ്പം അരവിന്ദൻ്റെയും ജോൺ അബ്രഹാമിൻ്റെയും ഒക്കെ എക്സ്പെരിമെൻ്റൽ സിനിമകൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ കോട്ടയത്തിന് അങ്ങനെ ഒരു സിനിമ പാരമ്പര്യം. പിന്നെ നിർമ്മാതാക്കൾ സെൻട്രൽ പിക്ചേഴ്സും സെഞ്ചുറിയും പോലെയുള്ള വലിയ വലിയ കമ്പനികൾ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഏറ്റവും കൂടുതലുള്ള സ്ഥലം. ഓഫ് കോഴ്സ് നമ്മുടെ അക്ഷരനഗരിയിൽ സിനിമയ്ക്കും അതിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ പ്രാധാന്യം അതുപോലെ തന്നെ പഴക്കമുണ്ട്. അതുകൊണ്ട് വീണ്ടും ഒരു തിരിച്ചുവരവിന് വേണ്ടിയാണ് അങ്ങനെ തുടങ്ങുന്നത്. അങ്ങനെ കോട്ടയം ഫിലിം സൊസൈറ്റി റിവൈവ് ചെയ്ത് ആദ്യത്തെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 2 വർഷം മുമ്പ് നടത്തി. അത് IFFK കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരളത്തിലെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലാണ് കോട്ടയം ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. ഇതിപ്പോൾ അതിൻ്റെ സെക്കൻഡ് ടേണാണ്. അപ്പോൾ എന്താണോ IFFKയിൽ കാണിച്ചത് അവിടുത്തെ ഒരു പാക്കേജ് ആയിരിക്കും ഇവിടെയും കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് യങ്സ്റ്റേഴ്സിന് സിനിമ കാണാൻ അവസരം ചിലപ്പോൾ കിട്ടാറില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരുപക്ഷെ ഇത് ഗുണം ചെയ്യും. സർ, ഈ ഫിലിം ഫെസ്റ്റിവലുകൊണ്ട് യങ്സ്റ്റേഴ്സിന് എന്താണ് ഗുണം? യങ്സ്റ്റേഴ്സിനാണ് ഗുണം. കാരണം ഞാൻ ഒരു ഫിലിം മേക്കർ ആകുന്നത് ഒരു ഫിലിം ഫെസ്റ്റിവൽ കണ്ടിട്ടാണ്. ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അത് സ്റ്റുഡൻസ് കണ്ടക്ട് ചെയ്ത, അന്ന് സുരേഷ് കുറുപ്പായിരുന്നു അന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ. കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ സംഘടിപ്പിച്ച ഒരു ഫിലിം ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ അത് കണ്ടിട്ടാണ്, അതിലൂടെയാണ് ഞാൻ ഇങ്ങനെ ഒരു സിനിമ രീതി, ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു പാരലൽ സിനിമ മൂവ് ലോകത്തുണ്ടെന്ന് അറിയുന്നത്. പതേർ പാഞ്ചാലി, ബൈസിക്കിൾ തീവ്സ്, റാഷമോൺ, വെർജിൻ സ്പ്രിംഗ് തുടങ്ങിയ സിനിമകൾ ഞാൻ അന്നാണ് കാണുന്നത്. അത് കണ്ടപ്പോഴാണ് എനിക്കൊരു ഫിലിം മേക്കർ ആവണം തോന്നിയത്. അപ്പോൾ ഈ ഒരു ഫിലിം ഫെസ്റ്റിവൽ കൊണ്ട് തീർച്ചയായിട്ടും പല യുവാക്കളുടെ ഇടയിൽ പല ആൾക്കാരെ അത് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഫിലിം മേക്കറെ പ്രതീക്ഷിക്കാം, അല്ലേ? ഞങ്ങളുടെ കോട്ടയംകാർക്ക് അഭിമാനിക്കാം, കോട്ടയത്ത് ഈ ഒരു കോട്ടയം ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ വരുന്നു എന്നതിൽ. തീർച്ചയായിട്ടും. കാരണം ഒരു ഫിലിം ഫെസ്റ്റിവൽ നിലനിൽക്കുന്നു അല്ലെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ ഭംഗിയായി നടക്കുന്നു എന്നുള്ളത് അവിടുത്തെ ഒരു സംസ്കാരത്തെ സൂചിപ്പിക്കുന്നുണ്ട്. എത്ര പേര് കാണാൻ വരുന്നു, എങ്ങനെയാണ് അതിനെ അവർ സിനിമയെ നോക്കി കാണുന്നത്. സാധാരണ ഒരു സിനിമ കാഴ്ച പോലെ അല്ല ഫെസ്റ്റിവൽ ശരിക്കും ഫെസ്റ്റിവൽ തന്നെ. കാരണം ഇവിടെ സിനിമ കാണുക മാത്രമല്ല, പുറത്ത് ഇൻറ്ററാക്ഷൻസ് നടക്കുന്നുണ്ട്. അത് പലരും സിനിമ അഭിനയിച്ചവരും സംവിധായകരും പടം കാണുന്ന സ്റ്റുഡൻസും അല്ലെങ്കിൽ സിനിമ ആസ്വാദകരും ഒക്കെ ചേർന്നിട്ടുള്ളൊരു വലിയ ഡിസ്കഷൻ നടക്കുന്നു, ഒരു ഫോർമേഷൻ. സിനിമയെക്കുറിച്ച് തന്നെ ഒരു വലിയ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു.
കോട്ടയത്തിന്റെ സംസ്കാരം തന്നെയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഫിലിം ഫെസ്റ്റിവൽ ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും വലിയൊരു അവസരമാണ് മുമ്പോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ആരും മിസ്സാക്കേണ്ട. കോട്ടയം അനശ്വര തിയേറ്ററിൽ നിങ്ങൾക്കായിട്ടുള്ള പാസ് കാത്തിരിപ്പുണ്ട്.